ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഏതൊരു വിശ്വാസിയും അവൻ്റെ ഓരോ ദിവസവും എങ്ങനെ ആരംഭിക്കണം, ഇവിടെ നിന്ന് തുടങ്ങണം. അതേപോലെ തന്നെ ഒരു ദിവസത്തെ അവൻ്റെ പകലിലെ അവൻ്റെ ജീവിതം അത് അവസാനിപ്പിച്ച് രാത്രിയിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ രാത്രിയിൽ അവൻ ഉറങ്ങാൻ പോകുമ്പോൾ അവൻ എങ്ങനെയായിരിക്കണം? ഇതാണ് ഒരു വിശ്വാസിയുടെ ഒരു ദിവസത്തെ അവൻ്റെ ജീവിതം എന്ന് പറയുന്നത്. വളരെ കൃത്യമായി ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ രാവിലെ ഉറക്കമുണരേണ്ടത്, ഉറക്കത്തിൽ നിന്ന് നമ്മൾ ഉണരുന്ന ഉടനെ തന്നെ പ്രാർത്ഥനയോടുകൂടിയാണല്ലോ നമ്മൾ തുടങ്ങേണ്ടത്. അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാന ബഅദമാ അമാതന. അല്ലാഹുവേ, മരണത്തിന് ശേഷം ജീവൻ നൽകിയ റബ്ബേ, നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് ഉരുവിട്ടുകൊണ്ടാണ് ഏതൊരു വിശ്വാസിയും അവൻ്റെ അന്നത്തെ പുലരിയെ അവൻ സ്വീകരിക്കേണ്ടത്. എന്നാൽ ഇന്ന് നമ്മളൊക്കെ നമ്മുടെ ശയ്യയിൽ നിന്ന് നമ്മളിങ്ങനെ ഉണരുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണോ നമ്മളൊക്കെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ബെഡ്റൂം വിട്ടു പോകുന്നത് എന്ന് ഒരു അല്പസമയം അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. മനസ്സിലാക്കിയിടത്തോളം രാത്രിയിലും ഇതുപോലെ തന്നെയാണല്ലോ വേണ്ടത്. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബേ എന്ന് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആയത്തുൽ കുർസിയും അതുപോലെ സൂറകളുമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് വലതുഭാഗം ചെരിഞ്ഞ് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നുറങ്ങേണ്ട നമ്മൾ അങ്ങനെയാണോ നമ്മൾ ഉറങ്ങാറുള്ളത്? ഇതിനെക്കുറിച്ച് നമ്മളൊരു ആലോചന നടത്തിയപ്പോൾ എല്ലാം നമുക്കറിയാം, പക്ഷേ നമ്മളത് പ്രാവർത്തികമാക്കുന്നില്ല. നമ്മൾ ഉറങ്ങാൻ നേരത്ത് ആരംഭം എന്തുകൊണ്ടാണ്, നമ്മൾ ഉറങ്ങാൻ നേരത്ത് എങ്ങനെയാണ്, എന്ത് കണ്ടുകൊണ്ടാണ്, എന്ത് നോക്കിക്കൊണ്ടാണ് നമ്മൾ ഉറങ്ങിയത്? അതേ സാധനം ഉറക്കമുണരുമ്പോ കണ്ണ് തുറക്കുമ്പോ അതേ സാധനം നോക്കി നമ്മൾ ഉണരുന്നു എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്.
അതേ ആളെ നോക്കിയിട്ട് തന്നെ നമ്മൾ രാവിലെ ഉണരുന്നത്. രാത്രി ആരെ കണ്ടിട്ടാണ് നമ്മൾ ഉറങ്ങിയത്? കാരണം ഇന്ന് മനുഷ്യന്റെ മൊത്തത്തിൽ വിശ്വാസികൾ അവിശ്വാസികൾ എന്നൊന്നുമില്ല. മനുഷ്യൻ അവൻ ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും ഏതു മതത്തിൽപ്പെട്ടവനാണെങ്കിലും അവൻ്റെ ഏറ്റവും കൂടുതൽ അവൻ്റെ സമയം കവർന്നെടുക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയല്ലാതെ ജീവിക്കാൻ കഴിയാത്ത വല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മളൊക്കെ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ നേരത്തെ തന്നെ നമ്മെയൊക്കെ ഉണർത്തിയിട്ടുള്ള ഒരു കാര്യം, നിഅമത്താനി, 2 അനുഗ്രഹങ്ങൾ. പക്ഷേ മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, അധിക ആളുകളും ആ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുന്നില്ല. അതിനെക്കുറിച്ച് അവർ അശ്രദ്ധരാണ്. ഒന്ന് അസ്ഹിഹത്തു വൽ ഫറാഗ്, ഒന്ന് ആരോഗ്യമാണ്, 2 അവന്റെ ഒഴിവ് വേളയാണ്. ആരോഗ്യം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുന്നില്ല എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. മരണത്തെ പേടിച്ച് നമ്മൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. സുബഹി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നടക്കുന്നുണ്ട്. സുബഹിന്റെ മുമ്പ് തന്നെ ആളുകൾ റോട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ നടക്കാനുള്ള ഇടങ്ങളിലൂടെ ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബാങ്ക് കേട്ടു, പള്ളിയിൽ പോകുന്നില്ല. പക്ഷെ അവന്റെ ഭയം എന്താണ്? ഞാൻ ഈ നടത്തം നടന്നിട്ടില്ലെങ്കിൽ എൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കും. കാരണം മരിക്കോ എന്ന് പേടിച്ചിട്ടാണ് ഈ നടത്തം. അതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. റസൂൽ പറഞ്ഞത് നിങ്ങൾ ആരോഗ്യ സംരക്ഷണം നിങ്ങൾ ഉറപ്പുവരുത്തണം എന്നല്ല. അള്ളാഹു നൽകിയ ആരോഗ്യം അത് ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹ്ക്ക് വേണ്ടി, ദീനിനു വേണ്ടി, സ്വന്തത്തിനു വേണ്ടി, സമൂഹത്തിനു വേണ്ടി അതവൻ ഉപയോഗപ്പെടുത്തണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതേപോലെ തന്നെ നമുക്ക് ഒഴിവ് വേളകൾ, നമുക്ക് ഒഴിവില്ല, സമയമില്ല. ഇത് നമ്മുടെ പരാതിയാണ്. ആരോട് എന്തെപ്പോ പറഞ്ഞാലും പറയുന്ന ഒരു കാര്യം ഭയങ്കര തിരക്കാണ്. ഒരു തിരക്കുമില്ല, ഒരു തിരക്കും ഉണ്ടാവില്ല. പക്ഷെ നമ്മളത് ശീലിച്ചു പോയി. നമ്മളത് പറയും, ഭയങ്കര തിരക്കാ, ഇവിടെ കാണുന്നില്ലല്ലോ, തിരക്കാ. പക്ഷെ അത് അള്ളാഹുവിനോട് ചെയ്യുന്ന ഏറ്റവും വളരെ ക്രൂരമായ ഒരു നിലപാടാണത്. നമുക്ക് സമയമുണ്ട്, നമുക്ക് സമയങ്ങളുണ്ട്, സന്ദർഭങ്ങളുമുണ്ട്, പക്ഷേ നമ്മൾ അത് ചെയ്യുന്നില്ല. അതാണ് നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ഈ സമയം നമ്മൾ എങ്ങനെ ചെലവഴിക്കുന്നു? നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അതിനുത്തരം പറയാതെ ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരടി മുന്നോട്ട് പോകണമെങ്കിൽ അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം, അതിലൊന്ന് തന്റെ ആരോഗ്യമാണ്, 2 അവന്റെ സമയമായിരുന്നു. ഇതൊക്കെ ദുനിയാവിൽ നിന്ന് തന്നെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പം ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും അവരുടെ ഒരു ദിവസത്തെ 24 hours ഇതിലധിക സമയവും ഇന്ന് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരു കാലത്ത് നമ്മൾ നാവിലൂടെ ആശയവിനിമയം നടത്തിയിരുന്നുവെങ്കിൽ ഇന്ന് അള്ളാഹു നൽകിയ തന്റെ കൈവിരലുകൾ കൊണ്ടാണ് അവൻ ലോകത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മുമ്പ് അങ്ങനെയായിരുന്നില്ല. ഒരു വാർത്ത ഒരു സ്ഥലത്ത് എത്തിക്കണമെങ്കിൽ ദിവസങ്ങളോളം വേണ്ടി വന്നിരുന്നുവെങ്കിൽ ഇന്ന് സെക്കൻഡുകൾക്കുള്ളിൽ കൈവിരലുകൾ കൊണ്ട് നമ്മൾ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു.
അതിനു മാത്രം നമ്മൾ പുരോഗമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെ നമ്മൾ കൂട്ടമായി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കൈകളിലുള്ള ഈ ചെറിയ സെൽഫോൺ, അതേപോലെ തന്നെ നമുക്കൊക്കെയുള്ള നമ്മുടെ സോഷ്യൽ മീഡിയയിലെ നമ്മുടെ അക്കൗണ്ടുകൾ, ഈ രണ്ട് കാര്യം എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. ഒന്നിലധികം അക്കൗണ്ടുകൾ ഉള്ള ആളുകളുണ്ട്, ഒന്നിലധികം ഫോണുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും നിഷേധിക്കുന്നില്ല. ഇതൊരു കുറ്റപ്പെടുത്തലല്ല. നമ്മുടെ ഈ ഫോണുകളും അതേപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടുകളും ഇത് നാളെ പരലോകത്ത് നമുക്ക് അനുകൂലമായി സാക്ഷി പറയുമോ ഇല്ല, ഇതാ വിഷയം, മറ്റൊന്നുമല്ല. നമ്മുടെ കയ്യിലുള്ള ഈ സാധനം നാളെ പരലോകത്ത് നമുക്ക് അനുകൂലമായി സാക്ഷി പറയുമോ ഇല്ലേ, ഇതേ വിഷയമല്ലേ. ഇതിനൊരു ഉത്തരം നമ്മൾ കണ്ടെത്തിയാൽ, അല്ല ഇതെനിക്ക് പ്രതികൂലമായി ബാധിക്കും എന്നാണ് ഒരാളുടെ ഉത്തരമെങ്കിൽ അവൻ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് എന്നതാ വിഷയം. പണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതു വാർത്തകളും. മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ ചന്തകളിൽ വെച്ചായിരുന്നു ആശയപ്രചരണങ്ങൾ നടന്നിരുന്നത് എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. കവിതകളിലൂടെയും പാട്ടുകളിലൂടെയും ചന്തകളിൽ വെച്ച് നടത്തുന്ന ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അന്നാട്ടിലെ വിഷയങ്ങളൊക്കെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചിരുന്നു എന്നതാ. ഒരു ഗോത്രം മറ്റൊരു ഗോത്രത്തെ അധിക്ഷേപിക്കാൻ വേണ്ടി, അതേപോലെ തന്നെ വ്യാജ വാർത്തകൾ പരസ്പരം സൃഷ്ടിച്ചുകൊണ്ട് യുദ്ധങ്ങൾ വരെ ഉണ്ടാക്കാൻ ആ കാലഘട്ടങ്ങളിൽ കവികളെയായിരുന്നു ഉപയോഗപ്പെടുത്തിയിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, പരസ്പരമുള്ള കുടുംബത്തിന്റെ മഹിമകൾ, ഈ കുടുംബ മഹിമകൾ മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടി, അതേപോലെ തന്നെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കാൻ വേണ്ടി ഒക്കെ ഉപയോഗിച്ചിരുന്നത് ഇത്തരം മീഡിയകളിലൂടെ ആയിരുന്നു എന്ന് ജാഹിലിയ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു സംഗതി, ഇന്ന് അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഡിജിറ്റൽ മേഖല പലപ്പോഴും അസത്യങ്ങളോ അല്ല അർദ്ധസത്യങ്ങളോ ഒക്കെ അതിവേഗം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് സത്യം എന്നറിയാൻ, എന്താണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കിയിട്ട് വിഷയങ്ങൾ പറയുന്നിടത്ത് നമ്മളില്ല. കേൾക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും എഴുതി തയ്യാറാക്കി അയച്ചിട്ടുള്ള ഒരു വാർത്ത അതങ്ങനെ തന്നെ ഫോർവേഡ് ചെയ്തുകൊണ്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥകൾ വരെ ഉണ്ടാകുന്നു. അത് കുടുംബത്തിലുണ്ട്, സമൂഹത്തിലുണ്ട്, സംഘടനകൾക്കകത്തുണ്ട്, എല്ലാ രംഗത്തും ഇതുണ്ട്. എന്തിനേറെ നമ്മുടെ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വളരെ സത്യസന്ധമായ രീതിയിൽ ഒരു പ്രക്ഷോഭം നടന്നാൽ, പ്രക്ഷോഭങ്ങളെപ്പോലും സമരങ്ങളെപ്പോലും വളരെ മോശമായി ചിത്രീകരിക്കുകയും അത് തന്നെ രാഷ്ട്രീയപരമാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട്, അല്ല അതിനേക്കാളും അപ്പുറം മതപരമായ വികാരങ്ങൾ ഇളക്കി വിട്ടുകൊണ്ട് ഗുണപ്പെടുത്താൻ പോലും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ സോഷ്യൽ മീഡിയകൾക്കുള്ള പങ്ക് അതെന്തുമാത്രം വലുതാണ് എന്ന് നമ്മൾ അറിയണം. അപ്പോ ഒരു വാർത്ത കേൾക്കുമ്പോ, ഒരു വിഷയം കേൾക്കുമ്പോ അതിന്റെ സത്യം എന്തെന്ന് പോലും അറിയാൻ നമ്മൾ അന്വേഷണം നടത്താൻ നമ്മൾ തയ്യാറാകുന്നില്ല. ഒരൊറ്റ ചരിത്രം പറഞ്ഞുതരാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, നമുക്കറിയാം, ഫിറഔനിന്റെ കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹം പുറത്തു ചാടി. അങ്ങനെ പുറത്തേക്ക് വന്നപ്പോ നഗരത്തിൽ രണ്ടാളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും
യുദ്ധം നടത്തുന്നതും അല്ലെങ്കിൽ പരസ്പരം അടികൂടുന്നത് കാണുകയാണ്. ആരെ? രണ്ടുപേര് അടികൂടുക. ഇതാര് കാണുന്നു? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കാണുന്നു. സൂറത്തു ഖസസിലെ 15-ാമത്തെ ആയത്ത് പറയാ, വദഖലൽ മദീനത അലാ ഹീനിൻ വഅലാ ഹീനി ഗഫ്ലത്തിൻ മിൻ അഹ്ലിഹാ ഫവജദ ഫീഹാ റജുലൈനി യഖ്തതിലാനി. രണ്ടുപേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കാണുന്നു. അതിൽ ഹാദാ മിൻ ശിയത്തിഹി, ഇന്ന ആള് എന്റെ കക്ഷിയാണ്, അല്ലെ മൂസാ നബിയുടെ കക്ഷിയിൽപ്പെട്ടവനാണ്. വഹാദാ മിൻ അദുവിഹി, മറ്റൊരു ആള് മൂസാ നബിക്കെതിരിലുള്ള കക്ഷിയാണ്. രണ്ട് വിഭാഗത്തിൽപ്പെട്ട രണ്ടാളാണ്. അങ്ങനെ ഫസ്തഗാസഹു അലല്ലദീ മിൻ ശിയത്തിഹി അലല്ലദീ മിൻ അദുവിഹി. അദ്ദേഹത്തിന്റെ കക്ഷിയിൽപ്പെട്ട ആള് സഹോദരൻ മൂസാ നബിയെ കണ്ടപ്പോ സഹായം ആവശ്യപ്പെട്ടു. എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. ഉണ്ടാവുമല്ലോ, സ്വാഭാവികല്ലേ, അദ്ദേഹത്തിന്റെ ആളുവാ. ഉടനെ തന്നെ ഇത് കേട്ട മാത്രയിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അതിൽ ഇടപെട്ടു. മറ്റേ ആളെ ഒരു കുത്തുവെച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, ഈ അദ്ദേഹത്തിന്റെ കഥ കഴിഞ്ഞു. അതോടുകൂടി ആ മനുഷ്യൻ മരണപ്പെടുകയാണ്. ഇവിടെ നമ്മൾ അറിയേണ്ടത്, ഇത് മൂസ പ്രവാചകൻ സംഭവിച്ച മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്കുണ്ടായ ഒരു സംഭവം ഖുർആൻ എടുത്ത് ഉദ്ധരിക്കുക. ഇങ്ങനെ ഒരു വിവരം കേട്ടു. ഉടനെ തന്നെ അതിലേക്ക് ഇറങ്ങിച്ചെന്നു, ഇടപെട്ടു, കക്ഷി മരിച്ചു. അതിനുശേഷമാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് കാര്യം മനസ്സിലായത്, ചെയ്തത് തെറ്റായി പോയി, എന്റെ അടുത്ത് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ എന്തിനാണ് ഇവർ പരസ്പരം അടികൂടിയതെന്നോ എന്ത് കാര്യത്തിനാണ് എന്നോ അന്വേഷിക്കാതെ ഞാൻ ഇതിൽ ഇടപെട്ടത് ശരിയായില്ല എന്ന് തോന്നിയ ഉടനെ തന്നെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഹാദാ മിൻ അമലി ശൈത്വാൻ, തീർച്ചയായും ഇത് പിശാചിന്റെ ഒരു പ്രവർത്തനമായി പോയി. ഇന്നഹു അദുവ്വൻ മുളില്ലുൻ മുബീൻ, കാരണം പിശാച് ശത്രുവാണ്, ആത്യന്തികമായ മനുഷ്യന്റെ ശത്രുവാണ്. മുളില്ലി വഴിവേൽപ്പിക്കുന്നവനാണ്. മുബീൻ വ്യക്തമായും എന്ന് ആർക്ക് ബോധ്യപ്പെടുന്നു? മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ബോധ്യപ്പെടുകയാണ്. ഉടനെ തന്നെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബേ ഇന്നി ലലംതു നഫ്സി, റബ്ബേ ഞാൻ എന്നോട് തെറ്റ് ചെയ്തു പോയി, ഞാൻ അക്രമം ചെയ്തു പോയി, അതുകൊണ്ട് ഫഗ്ഫിർലി, പടച്ചോനെ എനിക്ക് പുറത്തു തരണം. ഫഗഫറഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഗഫറ ലഹു, അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു അങ്ങേറ്റം പുറത്തു കൊടുക്കുന്നവനാണ്, കരുണാനിധിയാണ്. എന്തിനാ ഈ സംഭവം പറഞ്ഞത്? എടുത്തുചാട്ടം പാടില്ല. വിഷയം കേട്ട ഉടനെ തന്നെ ഫോർവേഡ് ചെയ്യരുത്. എന്താണ് വിഷയമെന്നറിയണം. അത് മുഖേന ഒരു കലാപം ഉണ്ടാക്കരുത്. അതിലേക്കുള്ള ഒരു പഠനമാണ്, അല്ലെങ്കിൽ ഒരു കൃത്യമായ കാര്യമാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഈ ഒരു ചരിത്രം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതേ കാര്യങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അപവാദ പ്രചരണങ്ങളും അതേപോലെ തന്നെ ഇന്ന് നടക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെയും അതിന്റെ സത്യാവസ്ഥ അറിയാതെയുള്ള ആവേശ പ്രകടനങ്ങൾ, അതേപോലെ തന്നെ സൈബർ പോരാളികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ, നമ്മുടെ സോഷ്യൽ മീഡിയ ആ ഒരവസ്ഥയിലേക്ക് പുനർജനിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ്. ജാഹിലിയ കാലഘട്ടത്തിലെ ആ കാലഘട്ടത്തിലുള്ള അതേ അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിപ്പോകുന്നുണ്ടോ? നമ്മളൊന്ന് ചിന്തിക്കണം. ഇത് നമ്മുടെ ആഖിറം നഷ്ടപ്പെടും, നമ്മുടെ പരലോകം നഷ്ടപ്പെടും എന്നാണ് നമ്മൾ ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഗതി മോശമാണെന്നോ അത് അപ്പാടെ വർജിക്കണമെന്നോ അല്ലെങ്കിൽ പൂർണ്ണമായും വിമർശിക്കപ്പെടേണ്ടതാണ് എന്നോ അല്ല. നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം കത്തി എന്ന് പറയുന്നത് പഴം മുറിക്കാൻ ഉപയോഗിക്കാം. അതേ കത്തി തന്നെയാണ് കൊലപാതകത്തിനും ഉപയോഗിക്കുന്നത്. ഈ വസ്തുത മാത്രമാണ് നമ്മൾ ഈ വിഷയത്തിൽ അറിയേണ്ടത്. കാരണം തെറ്റ് കത്തിയുടേതല്ല.
തെറ്റാരുടേതാണ്? അത് ഉപയോഗിക്കുന്ന മനുഷ്യന്റേതാണ് തെറ്റ്. അതുകൊണ്ട് നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും, ഏത് വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചാലും നമ്മൾ ആലോചിക്കണം, ഇത് നേരായ വഴിയിലേക്ക് നീങ്ങാൻ ഇത് കഴിയുമോ, അല്ല പ്രശ്നമുണ്ടാകുമോ? ഇതൊക്കെ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, വിശ്വാസികളെ, എന്താണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ? സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അതിന് പറയാൻ പറ്റുന്ന ഒരു നിർവചനം എന്ന് പറയുന്നത്, നമ്മളുടെ വിവരങ്ങൾ അതേതുമാകട്ടെ അത് പരസ്പരം കൈമാറാൻ, അഭിപ്രായങ്ങൾ പരസ്പരം നേർക്ക് നേരത്തെ അറിയിക്കാനൊക്കെയുള്ള ഒരു മീഡിയ മാത്രമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതിനുള്ള മാർഗങ്ങൾ ഒരുപാടുണ്ട്. വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, മാത്രമല്ല യൂട്യൂബും ടെലഗ്രാമും ട്വിറ്ററും അതിനേക്കാളും അപ്പുറം അതൊക്കെയും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ തെറ്റായ വഴിയിലൂടെ, മോശമായ മാർഗങ്ങളിലൂടെ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന ഒരു തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാകണം. അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടത് എന്താ? ഏത് മീഡിയകളിലൂടെ നമ്മൾ എന്തെല്ലാം പങ്കുവെക്കുന്നുണ്ടോ, നമ്മൾ പങ്കുവെക്കുന്ന ഓരോ കാര്യവും അത് അല്ലാഹുവിന്റെ നിരീക്ഷണത്തിലാണ് എന്ന ഒരു ചിന്ത ഏതൊരു വിശ്വാസിക്കും ഉണ്ടാകണം. അതാണ് ഞാൻ ഓതി വെച്ച ആദ്യത്തെ ആയത്ത്, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നമ്മൾ കൃത്യമായി ചിന്തിക്കണം, മനസ്സിലാക്കണം. മനുഷ്യൻ ഉച്ചരിക്കുന്ന ഒരു വാക്ക്, മനുഷ്യൻ പറയുന്ന ഒരു വാചകം അത് വായ കൊണ്ടാകണമെന്നില്ല. ഇന്നത്തെ മീഡിയകൾ ഉപയോഗിച്ച് വിരൽ തുമ്പുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു സംഗതിയും അവന്റെ സമീപത്ത് തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകന്മാർ അവർ അത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവർ രേഖപ്പെടുത്താതെ അല്ലാഹു ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദപ്പെട്ടവർ അത് രേഖപ്പെടുത്താതെ ഒരു കാര്യവും അവരോട് മറന്നു പോകുന്നില്ല. അതിനാൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ പ്രവാചകൻ പറഞ്ഞു, ഫൽയഖുൽ ഖൈറ, നല്ലത് പറഞ്ഞോ, നല്ലത് എഴുതിക്കോ, നല്ലത് മാത്രം പ്രചരിപ്പിച്ചോ, ഔ അല്ലെങ്കിൽ യസ്മുത്, നിശബ്ദമാകണം. അതാ പ്രവാചകൻ പഠിപ്പിച്ചത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി. ഒരു മുസ്ലിമായ മനുഷ്യൻ, പരലോകം ആഗ്രഹിക്കുന്ന, ഞാൻ ചെയ്യുന്ന പറയുന്ന എന്റെ നോട്ടങ്ങൾ അറിയുന്ന, എല്ലാം കേൾക്കുന്ന റബ്ബ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്ന ആ റബ്ബ് ഏൽപ്പിക്കപ്പെട്ടവർ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ഇത് അല്ലാഹു അറിയും. അതുകൊണ്ട് പറയേണ്ടത് പറയണം, ചെയ്യേണ്ടത് ചെയ്യണം. ഈ നിലക്കാണ് ഒരു വിശ്വാസി മുന്നോട്ട് പോകേണ്ടത്. അല്ല, ഞാനൊരു വാക്ക് പറഞ്ഞാൽ അതെന്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുമോ, എന്റെ ആ സമൂഹത്തിൽ അത് പ്രത്യാഘാതമുണ്ടാക്കുമോ? ഇതൊക്കെ ചിന്തിക്കണം, ആലോചിക്കണം. പറഞ്ഞു വിട്ടാൽ, എഴുതി വിട്ടാൽ പിന്നീട് അത് തിരിച്ചെടുക്കാൻ കഴിയില്ല. ഇതാണ് നമ്മൾ, പ്രത്യേകിച്ച് വിശ്വാസികൾ, അവരുടെ കർമ്മ മേഖലകൾ, അവരുടെ പ്രവർത്തന പദ്ധതികൾ അത് അവർ ആവിഷ്കരിക്കുമ്പോൾ തന്നെ അവരെടുക്കേണ്ട നിലപാടത. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് തിരിച്ചു പോകുന്നു. ഒരു വിശ്വാസി നേരം വെളുക്കുമ്പോൾ, അവന്റെ കണ്ണിമ തുറക്കുമ്പോൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൻ ഉണരേണ്ടത്. പടച്ചവനെ, നിനക്കാണ് സ്തുതി. അതല്ല തലക്കടിയിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ എന്തു പറയുന്നു എന്നെടുത്ത് ഫോൺ നോക്കാനല്ല പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത്. ഫോൺ നോക്കുന്നതിന് മുമ്പ് നമ്മൾ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു വേണം നമ്മൾ ഒരു ദിവസം തുടങ്ങാൻ. അങ്ങനെയാകണം ഒരു വിശ്വാസി. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
الحمدللہ رب العالمین وصلی اللہ علی النبی الکریم وعلی آلہ وصحبہ اجمعین ایہا الاخوان والاخوات اوصیکم وإیاയ ثانیا بتقوی اللہ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. ഇത്രയും നേരം ഒരു വിശ്വാസിയുടെ ജീവിതം എങ്ങനെയാകണം, അവൻ്റെ ഒരു ദിവസം അവൻ ആരംഭിക്കേണ്ടത് എങ്ങനെയാണ്, അതേപോലെ തന്നെ ഒരു ദിവസത്തെ അവൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞ് തിരിച്ചു വീട്ടിലെത്തി അവൻ കിടന്നുറങ്ങാൻ നേരത്ത് അവൻ എന്ത് ചെയ്യണം എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചാണ് ഇത്രയും നേരം നാം സംസാരിച്ചത്. കാരണം മരണം വളരെ അടുത്താണ്. പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ നാം ധരിക്കുന്ന നമ്മുടെ ചെരുപ്പിൻ്റെ വാറും നമ്മുടെ കാലും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നുവോ അതുപോലെ നമ്മളോട് ചേർന്ന് നിൽക്കുന്നുണ്ട് മരണം. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത്, നമ്മളറിയുന്നത് അത്തരത്തിലുള്ള മരണങ്ങളാണ്. ചിന്തിക്കാനുള്ള മരണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്താനാണ്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഏതുമാകട്ടെ, അതൊക്കെയും നമ്മൾ നാളെ പരലോകത്ത് നമുക്ക് മോക്ഷം കിട്ടാനും രക്ഷ കിട്ടാനുമായിരിക്കണം എന്ന ഒരു നിർബന്ധ ബുദ്ധി നമുക്കേവർക്കും ഉണ്ടാകണം. വളരെ സംതൃപ്തമായ കുടുംബം എന്ന് പറഞ്ഞാൽ, സന്തോഷകരമായ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ അഭിവൃദ്ധിയല്ല. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സാമ്പത്തികമായ അഭിവൃദ്ധി അതായിക്കോട്ടെ, അത് അള്ളാഹു നൽകിയ ഒരു നിഅമത്താണ്. പക്ഷേ അത് ഉപയോഗപ്പെടുത്തിയിട്ട് പരലോകത്ത് രക്ഷപ്പെടാനാണ് നമ്മളത് ഉപയോഗപ്പെടുത്തേണ്ടത്. ആ ഒരു തിരിച്ചറിവ്, അതാണ് ഒരു വിശ്വാസി നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. കാരണം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. പരിശുദ്ധ ഖുർആൻ. ഇന്ന സമഅ നമ്മുടെ കേൾവി, വൽ ബസറ നമ്മുടെ കണ്ണുകൾ, വൽ ഫുആദ് നമ്മുടെ ഹൃദയം. ഇതാണല്ലോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹു നൽകിയിട്ടുള്ള കാര്യങ്ങൾ. ഇതെല്ലാം കുല്ലു ഉലൈക, കേൾവിയെക്കുറിച്ച്, കാത്, കണ്ണ്, ഹൃദയം എല്ലാം കാന അൻഹു മസ്ഊല, അവൻ ചോദ്യം ചെയ്യപ്പെടും. ഒരു വിട്ടുവീഴ്ചയില്ല, ഒരു ഒഴിവ് കഴിവ് പറയാൻ കഴിയില്ല. ഈ ഒരു ചിന്ത ഏതൊരു വിശ്വാസിക്കും ഉണ്ടാകണം. പള്ളിയിലിരിക്കുന്നു, നമസ്കാരം പൂർത്തിയാക്കുമോ എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുമോ അറിയില്ല. ഇതാണ് നമ്മുടെയൊക്കെ സ്ഥിതി. പിന്നെ നമ്മൾ എന്തിനഹങ്കരിക്കണം? നമ്മൾ എന്തിനിങ്ങനെ അഹംഭാവം നടിക്കണം? നമ്മളൊന്നുമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അതെല്ലാം അള്ളാഹ് നൽകിയ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി അത് ചെലവഴിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ളത്. അതോടൊപ്പം നല്ല ആഖിബത്തിന് വേണ്ടി നമ്മുടെ പര്യവസാനം ഏറ്റവും നന്നാകണം എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മുടെ പര്യവസാനം നന്നാകാൻ നമ്മുടെ അമലുകൾ ക്ലിയറായിരിക്കണം, സത്യസന്ധമായിരിക്കണം. നമ്മുടെ പാത വളരെ ക്ലിയർ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ആഖിബത്ത് നന്നായി തിരിച്ചു പോകാൻ സാധിക്കും. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സുരക്ഷിതമായി
സുരക്ഷിതമായ കൽബോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമ്മൾക്ക് കഴിയും. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞല്ലോ, എന്റെ അടിമകളിലേക്ക് നീ ചേർന്നോ, എന്റെ അടിമകളെ കൂട്ടത്തിലേക്ക് നീ വന്നോ. തീർന്നില്ല, എന്റെ സ്വർഗത്തിലേക്ക് നീ പോയിക്കോന്ന് പറയണം. നമ്മളോട് അങ്ങനെ പറയണം. അത് കേൾക്കാൻ താല്പര്യം വേണം നമ്മൾക്ക്. അത് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ ക്ലിയറായാൽ മതി. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന മുഅ്മിനുകളിൽ മുത്തഖികളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ആഖിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാനുള്ള മഹാഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നവരുണ്ട്. വളരെയധികം വേദനകൾ സഹിച്ച് വേദനകൾ കടിച്ചമർത്തി കഴിഞ്ഞു പോകുന്നവർ വീടുകളിലുണ്ട്, ആശുപത്രികളിലുണ്ട്. പള്ളിയിൽ വരാൻ ആഗ്രഹമുണ്ട്, വരാൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. ഓരോരുത്തരുടെ സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ അമീർക്ക ഈ ഒന്നാമത്തെ ഈ കസേരയിൽ ചെയറിൽ ഇരിക്കുന്ന ഒരാളല്ലേ അമീർക്ക. എല്ലാ വെള്ളിയാഴ്ചയും ആദ്യം തന്നെ കാണുന്നത് അമീർക്കാൻ്റെ മുഖം. അമീർക്ക തിരിച്ചുപോയി, അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് പോയി. നാളെ നമ്മൾക്കും പോണ്ടേ, അടുത്ത നിമിഷം നമ്മൾക്ക് പോകണ്ടേ, എല്ലാവരും പോകേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു ചിന്ത ഏത് സമയത്തും നമ്മൾക്ക് ഉണ്ടാക്കണം. അതുകൊണ്ട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു തആല അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും അവരെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. اللهم مقلب القلوب ثبت قلوبنا على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.